ഗാസ സമാധാന കരാറിലെ ചില ഉപാധികൾ അംഗീകരിച്ച ഹമാസ് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുക, ഭരണം കൈമാറുക എന്നീ ഉപാധികൾ അംഗീകരിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കി. ഞായറാഴ്ച രാത്രിക്ക് മുൻപ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ടെലിഗ്രാമിലൂടെയാണ് ഹമാസ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഏതായാലും ഹമാസിന്റെ പ്രസ്താവന ട്രംപ് അംഗീകരിച്ചിരിക്കുകയാണ്, സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കുള്ളിൽ ഇത് ഹമാസ് മുന്നോട്ട് വെച്ച ഉടമ്പടികളിൽ ഒരു അന്തിമ തീരുമാനം ഉടമ്പടികളിൽ ഒപ്പുവെക്കണമെന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അത് ഒരു അന്ത്യശാസനം എന്ന നിലയ്ക്കായിരുന്നു ഹമാസിന് നൽകിയത്. അപ്പോൾ ഏതായാലും ചില വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറാവുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ലക്ഷ്മണൻ കൂടി ചേരുന്നുണ്ട്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. സമാധാനത്തിലേക്കുള്ള ഒരു പാത തുറന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അക്ഷയ്? തീർച്ചയായിട്ടും വിൻഷ, ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഏറ്റവും ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത് സമാധാനം പുലരുന്നു ഗാസയിൽ എന്ന വാർത്ത തന്നെയാണ്. ഇപ്പോൾ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസമാണ് 20 സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. അതിൽ ഇസ്രായേലിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കരാർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ഈ 20 കരാറിലെ ചില ഉപാധികൾ എന്തായാലും ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗാസ മുനമ്പിൻ്റെ ഭരണം അതിൻ്റെ നേതൃത്വം കൈമാറാനായിട്ടും ഇപ്പോൾ ഹമാസ് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ഹമാസ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചില ഉപാധികൾ മാത്രമാണ് തങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. ബാക്കി ഈ 20 കരാറിലെ ബാക്കി ഉപാധികളിലെല്ലാം ഇനിയും ചർച്ച ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഹമാസ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് എന്നത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഹമാസ് പറയുന്നത് ഈ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങാതെ തങ്ങൾ എന്തായാലും ആയുധം താഴ്വയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുകൂടി ഹമാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിൻഷ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ ഈ 20 കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഹമാസ് ഇത്തരത്തിൽ ചില ഉപാധികൾ അംഗീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ടെലിഗ്രാമിലൂടെയാണ് ഈ വ്യവസ്ഥകൾ തങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള വിവരം ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹമാസിൻ്റെ പക്കൽ 20 ബന്ദികൾ ജീവനോടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 20 ബന്ദികളെയും അതോടൊപ്പം തന്നെ ചില മൃതദേഹങ്ങളും കൈമാറാനായി തയ്യാറാണ് എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഗാസ മുനമ്പിൻ്റെ അധികാരം വിട്ടുകൊടുക്കാനും തങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. ഈ ഹമാസിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ എന്തായാലും ഈ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസയിൽ സമാധാനം പുലരണം എന്ന ഹമാസിൻ്റെ കൂടി ആവശ്യത്തെ അംഗീകരിച്ചത് എന്തായാലും സ്വാഗതാർഹമാണെന്നാണ് എന്തായാലും ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടും ട്രംപ് ഈ ഹമാസിൻ്റെ തീരുമാനത്തിന് പിന്നാലെ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷമായി ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന കൂട്ടക്കുരുതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഹമാസ് എന്തായാലും സമാധാനം ആഗ്രഹിക്കുന്നു എന്നതാണ് അവരുടെ തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇസ്രായേലും അതിന് തയ്യാറാകണം. ഇസ്രായേൽ ആക്രമണം 2 വർഷമായി തുടരുകയാണ്. ഈ രക്തച്ചൊരിച്ചിൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് വിൻഷ. അക്ഷയ്, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹമാസ് ചില ഉപാധികളോട് മാത്രമാണ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. 20 ഉടമ്പടികൾ അല്ലെങ്കിൽ സന്ധികളാണ് ട്രംപും നെതന്യാഹുവും ഹമാസിന് മുൻപിൽ വെച്ചിട്ടുള്ളത്. നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന, പലസ്തീന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ക്രൂരതകൾ നമ്മൾ കണ്ടതാണ്. ഗാസയെ പൂർണ്ണമായും, പലസ്തീനെ ഇല്ലാതാക്കി കളയും, പൂർണ്ണമായും തുടച്ചു കളയുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഓരോ തവണ പബ്ലിക്കിനെയും അഭിസംബോധന ചെയ്യുമ്പോഴും പറയുന്നത്. അതേ മൈൻഡോട് കൂടി തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഗാസയിൽ സമാധാനം പുലരണമെന്നോ അല്ലെങ്കിൽ അവിടെ യുദ്ധമില്ലാതാകണോ, ഗാസയെ പൂർണ്ണമായും ഇങ്ങ് പിടിച്ചെടുത്ത് അവരുടെ അധികാരം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്നുള്ള കാര്യം അത് പകല് പോലെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. സമാധാന ചർച്ചയുടെ പേരിൽ, മധ്യസ്ഥതയുടെ പേരിൽ ട്രംപ് കൂടെ ഇടപെടുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച അന്ത്യശാസനം എന്ന് പറയുന്നത് ആയുധം വെച്ച് കീഴടങ്ങൂ എന്നാണ് ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എല്ലാ അധികാരവും വിട്ടെറിഞ്ഞ് ആയുധം വെച്ച് പൂർണ്ണമായും കീഴടങ്ങിയാൽ മാത്രമേ അവിടെ ഒരു സമാധാനം പുലരൂ എന്നാണ്
ട്രംപിന്റെ ഭീഷണി, ആ ഭീഷണിക്ക് ഒരിക്കലും എന്തായാലും ഹമാസ് വഴങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം അനുഭവിച്ച ജനതയാണത്. ഏതെങ്കിലും രീതിയിൽ സമാധാനം പുലരുമെങ്കിൽ അത് സമാധാനത്തിലേക്ക് വഴിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ ആഗ്രഹവും. അവരതിനു വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നതും. പക്ഷേ ഇസ്രായേൽ ഏൽപ്പിക്കുന്ന പ്രഹരം, ഇപ്പോൾ അമേരിക്കയുമായി കൂട്ടുപിടിച്ച് ഇസ്രായേൽ കൂടുതലായി ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നുണ്ട്. ഗാസയിൽ പലസ്തീൻ ജനതയ്ക്ക് കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അപ്പോൾ ഒരു സമാധാന ചർച്ചയിലേക്ക്, സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന ട്രംപിൻ്റെ അന്ത്യശാസനത്തിന് വഴങ്ങാൻ അത്തരത്തിലൊരു വിട്ടുവീഴ്ചയിലേക്ക് ഹമാസ് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു ധാരണ അതേത് രീതിയിലായിരിക്കും? തീർച്ചയായും വിൻഷ, ഈ 20 കരാറിലെ പൂർണ്ണമായിട്ടും എല്ലാ ഉപാധികളും ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ഇതിന് പ്രധാനമായിട്ടും 2 ഉപാധികൾ മാത്രമാണ് ഹമാസ് എടുത്തു പറയുന്നത്. അതായത് ബന്ദികളെ വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗാസ മുനമ്പിൻ്റെ അധികാരം പൂർണ്ണമായും കൈമാറാനും തയ്യാറാണ്. മറ്റ് ഉപാധികളിൽ തീർച്ചയായിട്ടും ചർച്ച വേണമെന്നാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ആവശ്യം. അതിൽ ഈ സമാധാന ചർച്ചയിലേക്ക് പോകാൻ, ഇസ്രായേലുമായുള്ള ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള ഒരു നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഹമാസ് ഏതെങ്കിലും രീതിയിൽ തയ്യാറാകുമോ? അതല്ലെങ്കിൽ ഒരു മധ്യസ്ഥരെ വെച്ച് ഈ ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ പ്രവർത്തിക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളോട് കൂടി ഹമാസ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അക്ഷയ്? തീർച്ചയായിട്ടും ഒരുപക്ഷെ അങ്ങനെയുള്ള ചർച്ചകളിലേക്കും മറ്റും നീങ്ങിയേക്കാം വിൻഷ. കാരണം ഇപ്പോൾ സമാധാനത്തിനായി തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്, പൂർണ്ണമായിട്ടും ഈ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറാതെ തങ്ങൾ പൂർണ്ണമായി കീഴടങ്ങാനായി തയ്യാറല്ല എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഈ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഈ ഗസയിൽ. എങ്കിൽ പോലും ഈ സാഹചര്യത്തിലും, വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ പോലും പലതവണ ഗസയിൽ ഈ ക്രൂരത തുടരുന്ന സാഹചര്യമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് കണക്കിലെടുത്തായിരിക്കണം ഹമാസ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉപാധിയിൽ ചർച്ച വേണം. ഈ പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിന്മാറാതെ, സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറാതെ തങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് എന്തായാലും ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ചർച്ചകൾ ഇനി ഉണ്ടായേക്കാം. കാരണം എന്തായാലും ഇപ്പോൾ ഗാസയിലെ സമാധാനം പുലരാനായിട്ട് ഇസ്രായേൽ തയ്യാറാകണം എന്നാണ് ഹമാസും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപും അറിയിച്ചിരിക്കുന്നത് തന്നെയാണ്. ഹമാസ് എന്തായാലും പിന്മാറും എന്നറിയിച്ചിരിക്കുന്നു. ഹമാസ് സമാധാന കരാറിന് തയ്യാറായിരിക്കുന്നു. ഇസ്രായേൽ എന്തായാലും 2 വർഷമായി തുടരുന്ന ഈ കൂട്ടക്കുരുതിക്ക് ഇനിയെങ്കിലും അവസാനം കാണണം, ഇനിയെങ്കിലും ഇവർ ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റ് ഈ പറഞ്ഞതുപോലെ പല മധ്യസ്ഥ രാജ്യങ്ങളും വന്നേക്കാം. ട്രംപിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപക്ഷെ ചർച്ചകൾ മുന്നോട്ട് പോയേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഗസ നിവാസികളും ലോകരാജ്യങ്ങളും. ഈ ചർച്ചകളിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് വിൻഷ.